ഹലോ ഗൈസ്, അപ്പോൾ എന്തൊക്കെയുണ്ട് വിശേഷം? അങ്ങനെ എൻ്റെ പുതിയ വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ എനിക്ക് 82 സബ്സ്ക്രൈബേഴ്സായി ആൻഡ് ഐ എം സോ ഗ്രേറ്റ്ഫുൾ ഫോർ ദാറ്റ്. അപ്പോൾ ഇപ്പം ഞാൻ എങ്ങോട്ട് പോകുന്നത് വെച്ചാൽ, ഈ വീഡിയോ ഞാൻ ഈദിൻ്റെ സമയത്താണ് എടുത്തത്. അപ്പോൾ ഞങ്ങൾ ഓറിയൻ മാൾ പോകുന്ന കരുതി കുറേ നാളെ ഞങ്ങളൊന്ന് വെളിയിലോട്ടൊക്കെ ഒന്ന് പോയിട്ട്. അപ്പോൾ ചെന്നപ്പോൾ അത്യാവശ്യം നല്ല തിരക്കായിരുന്നു. പിന്നെ ചുമ്മാ ഓരോ കടയിലൊക്കെ കയറി, കാരണം മാളിൽ കയറിയിട്ട് അങ്ങനെ ഞാൻ സാധനങ്ങൾ വാങ്ങാറില്ല. അപ്പോൾ വെസ്റ്റ് സൈഡ് കയറിയിട്ട് എപ്പോഴും ഞാൻ ജീൻസ് വാങ്ങാറുണ്ട്, കാരണം അവിടുത്തെ ജീൻസ് അത്യാവശ്യം നല്ല ക്വാളിറ്റിയാണ്. പിന്നെ ഞാനൊന്ന് സ്കെച്ചേഴ്സിൽ പോയി. അപ്പോൾ എനിക്കൊരു ഷൂ ഭയങ്കര ഇഷ്ടമായിരുന്നു. ഞാൻ അതിൻ്റെ ഒരു അഡ്വർടൈസ്മെൻറ്റ് കണ്ടിട്ട് നോക്കാൻ പോയതാ. പക്ഷെ വില അറിഞ്ഞപ്പം 8000 രൂപ വട്ടല്ലേന്ന് വെച്ചിട്ട് ഞാൻ അവിടെ നിന്ന് അങ്ങനെ തന്നെ അങ്ങോട്ട് ഇറങ്ങി. പിന്നെ അവിടെ കയറി ഓരോ കടയിലൊക്കെ കയറി. പിന്നെ ഓറിയൻ മാൾ എപ്പോൾ പോയാലും എനിക്കൊരു ഷോപ്പിൽ പോകണം, അതായത് മിനീസോ. ഒരു കാര്യം ഉണ്ടാവില്ല, അങ്ങനെ എപ്പോഴും ഞാൻ പോയിട്ട് പ്ലഷീസ് അങ്ങനെ എന്തെങ്കിലുമൊക്കെ വാങ്ങാറുണ്ട്. പനിയത്തിമാർക്കോ അല്ലെ എനിക്കാണെങ്കിലും ഞാൻ വാങ്ങാറുണ്ട്. പക്ഷേ ഇപ്രാവശ്യം എനിക്ക് തോന്നി വെറുതെ അൺവാണ്ടഡായിട്ട് ഒരുപാട് എക്സ്പെൻസ് എൻ്റെ സൈഡിൽ നിന്ന് വരുന്നുണ്ട്. അപ്പം ഞാനത് കുറയ്ക്കാമെന്ന് വെച്ചു. ലൂഫയ്ക്കൊക്കെ അവർ 170 രൂപയൊക്കെ. പിന്നെ മാളിൻ്റെ എക്സ്പെൻസ് അറിയാമല്ലോ. അങ്ങനെ അവിടെ നിന്ന് ഇറങ്ങി വരും ചേട്ടന് ഡീക്കാത്ലോണിൽ കയറിയിട്ട് ഒരു പാൻറ്റ് വാങ്ങണമെന്നുണ്ടായിരുന്നു, കാരണം അവിടെ ഈ പോളിസ്റ്റർ ടൈപ്പ് പാൻറ്റൊക്കെ ഉണ്ടെന്ന്. അപ്പം അങ്ങനെ അത് വാങ്ങിച്ചു. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ഇങ്ങനെ ഒരു സംഭവം അങ്ങനെ അവിടെ നിന്ന് ഒരു പാൻറ്റൊക്കെ വാങ്ങിച്ചിറങ്ങി. ചെന്ന് കയറിയത് ഓറിയൻ മാളിൽ ഇപ്പോൾ പുതിയൊരു സൂപ്പർ മാർക്കറ്റ് തുടങ്ങി. അപ്പോൾ എന്തായാലും കയറണമല്ലോ എന്ന് വെച്ചു. ചെന്നപ്പോൾ ഫുൾ ഭയങ്കര പൈസയുടെ കളിയാണ് അവിടെ. പ്രൈമിൻ്റെ ഡ്രിങ്കും അതൊക്കെ ആയിട്ട്. അപ്പോൾ അവിടെ എനിക്കെന്നെ എവിടെ ചെന്നാലും ഗ്ലാസിൻ്റെ ഐറ്റംസ് നോക്കുക എന്ന് പറയുന്നത് ഒരു ഹോബിയായി മാറി. അപ്പോൾ അവിടെ ചെന്നപ്പോൾ ഈ ഒരു കോഫി ബ്രൂവറിൻ്റെ ഇതൊക്കെ ഉണ്ട്. ഇതൊക്കെ കാണാൻ എനിക്ക് ഇഷ്ടമാണ്, പക്ഷേ നമുക്ക് യൂസ് ഇല്ലാത്തതുകൊണ്ട്. പിന്നെ ഈ നൂഡിൽസ് ഞാൻ ദുബായിലൊക്കെ പോകുന്നതൊന്ന് മിക്കവാറും വാങ്ങാം. ഈ ബുൾദാക്കിൻ്റെ നൂഡിൽസ് നല്ല ടേസ്റ്റാണ്, നല്ല സ്പൈസി ആയതുകൊണ്ട്. പിന്നെ ഓരോന്നൊക്കെ ഉണ്ട്. അപ്പോൾ അവിടെ ഈ സീറോ വേസ്റ്റേജ് ആയിട്ടുള്ള ഒരു ഏരിയ ഉണ്ടായിരുന്നു. അതായത് ഇങ്ങനെ ജ്യൂസ് അങ്ങനത്തെ സാധനങ്ങളെല്ലാം ഫുൾ റീസൈക്ലബിൾ ആയിട്ടുള്ളത്, റീസൈക്ലിങ് ആയിട്ടുള്ളത്. പിന്നെ ലിൻഡിൻ്റെ ചോക്ലേറ്റ്സ് എല്ലാം പണ്ടേ ഒരു ഫേവററ്റാണ്. പിന്നെ അത് 2 വാങ്ങിച്ചു. അങ്ങനെ അവിടെ നിന്ന് കുറച്ച് സാധനം വാങ്ങിച്ച് ഞങ്ങൾ ഇറങ്ങി. അപ്പോൾ തന്നെ ഏകദേശം നല്ല വിശപ്പായി. പിന്നെ ലേറ്റ് ആയപ്പോഴത്തേക്കും ഫുഡ് കോർട്ടൊക്കെ ഓൾമോസ്റ്റ് എല്ലാം ക്ലോസ്ഡ് ആയി. അപ്പോൾ ഞങ്ങൾ വെളിയിൽ വെയിറ്റ് ചെയ്ത് നിൽക്കുമായിരുന്നു ക്യാബ് വരാൻ. ഞാനും എന്നോട് ഇവിടെ ഇരിക്കുക, എന്ത് ചെയ്യണമെന്നറിയാതെ. കുറേ നേരം പുറത്ത് നിന്നിട്ട് ക്യാബൊന്നും വന്നില്ല. അപ്പം ഞങ്ങൾ കുറച്ചങ്ങോട്ട് നടക്കാമെന്ന് കരുതി. അവിടെ ചെല്ലുമ്പോൾ ഓട്ടോ സ്റ്റാൻഡ് അടുത്ത് ഇതൊക്കെ. അപ്പോൾ കുറച്ച് ദൂരം മുന്നോട്ട് കൊണ്ട് നടന്നപ്പം ഈ പാനിപ്പൂരി, റോൾസ് അങ്ങനത്തെ സാധനങ്ങളൊക്കെ കണ്ടു. അപ്പോൾ അതൊന്നും പ്രത്യേകിച്ച് എനിക്ക് ഇഷ്ടമില്ലാത്തതുകൊണ്ട് എന്നെ ഇഷ്ടപ്പെട്ട സാധനമായി മോമോസ് കഴിക്കാമെന്ന് കരുതി ഞങ്ങളവിടെ വെയിറ്റ് ചെയ്ത് നിന്നു. അപ്പോൾ ഞങ്ങളിപ്പോൾ പോകുന്നത് വീട്ടിലോട്ടല്ല, ഞങ്ങൾ മേഘന ബിരിയാണി കഴിക്കാൻ പോവാം. ഒട്ടുമിക്ക ബാംഗ്ലൂരുള്ള എല്ലാവർക്കും അറിയാം മേഘന ബിരിയാണി എന്താണെന്ന്. അങ്ങനെ പോയി എത്തിച്ചെന്നത് ലുലു മാളിൻ്റെ മടയിലോട്ട്. അപ്പോൾ ഇതാണ് ബാംഗ്ലൂർ ലുലു മാൾ. എനിക്ക് നാട്ടിലത്തെ ലുലു മാളോട്ടും ഇഷ്ടം, അതാണ് വൈബ്. അങ്ങനെ കുറേ നേരത്തെ യാത്രയ്ക്ക് ശേഷം ഞങ്ങൾ മേഘന ഫുഡ്സ് എന്ന് പറഞ്ഞ ഷോപ്പിലെത്തി. അങ്ങനെ അവിടെ ചെന്നിട്ട് ഞങ്ങൾ ഒരു ബോൺലെസ് ചിക്കൻ ബിരിയാണിയും ഒരു ഹാഫ് തന്തൂരി ചിക്കൻ ഓർഡർ ചെയ്തു. അപ്പോൾ പെട്ടെന്ന് സാധാരണ വരുന്നതാണ്, പക്ഷേ ഇന്ന് നല്ല തിരക്കുണ്ടായിരുന്നു ഞങ്ങളവിടെ ചെന്നപ്പോൾ. സർവീസൊക്കെ അടിപൊളി കേട്ടോ. നമുക്ക് വന്ന് സെർവ് ചെയ്ത് മറ്റ് ഹോട്ടലുകളെ പോലെ നമ്മൾ കഴിക്കുന്ന സമയത്ത് ഇങ്ങനെ നമ്മളെ നോക്കി നിൽക്കുന്ന പരിപാടിയൊന്നും അവിടെ ഇല്ല. നമ്മൾ വിളിക്കുമ്പോൾ അവർ വരും, അത്രേ ഉള്ളൂ. അപ്പോൾ അങ്ങനെ അതൊക്കെ ഫുഡ് കഴിച്ചു. അപ്പോൾ ഒരു ബിരിയാണി തന്നെ അത്യാവശ്യം നല്ല ക്വാണ്ടിറ്റി ഉണ്ട്. അപ്പോൾ അത് കഴിച്ച് തന്നെ, അത് തന്തൂരി കഴിച്ചപ്പോൾ തന്നെ വയറ് നിറഞ്ഞു. എനിക്ക് വേറെ പീസ് കഴിക്കാൻ പോലും പറ്റുന്നില്ലായിരുന്നു. പിന്നെ അങ്ങനെ ബിരിയാണി കഴിച്ച് വേറൊക്കെ ഫുള്ളാക്കി 2 വിട്ട് ഞങ്ങൾ ഇറങ്ങി. ഈ മേഘന ബിരിയാണിയുടെ ഈ ഷോപ്പ് ചർച്ച് സ്ട്രീറ്റിൻ്റെ അടുത്ത ഷോപ്പിലാണ് ഞങ്ങൾ പോയത്. അപ്പോൾ ഇത്രയും കഴിച്ചതല്ലേ എന്ന് ആലോചിച്ച് ഞങ്ങൾ ചുമ്മാ നടക്കാൻ ഇറങ്ങി. ഞാനും വരുന്നതിന് ഏറ്റവും കറങ്ങാൻ പോയിട്ടുള്ള സ്ഥലമാണ് ചർച്ച് സ്ട്രീറ്റ്. 1 പറഞ്ഞ് 2 ഞങ്ങൾ നേരെ പോകുന്നത് ചർച്ച് സ്ട്രീറ്റിലോട്ടാണ്. അവിടെ പ്രത്യേകിച്ചൊന്നും ഇല്ല ഞങ്ങൾക്ക് കാണാനും വാങ്ങാനും, കാരണം ആ അറ്റം തൊട്ട് ഏറ്റം വരെ എപ്പോഴും പോകും. ഈ എൻഷെഫിൻ്റെ റെസ്റ്റോറൻറ്റ് അടിപൊളിയാട്ടോ, എപ്പോഴും വരുന്നൊരു ഫുഡ് കഴിക്കാം. തിന്ന് കൊഴുത്തിട്ട് അനങ്ങാൻ വയ്യാതെ നിൽക്കുകയാണ്. ഞാനിവിടെ ചോരി നിൽക്കുകയാണ്. How was today? Today was a beautiful day. അങ്ങനെ കുറേ നേരത്തെ വാക്ക് തർക്കത്തിന് ശേഷം ഞങ്ങൾക്കൊരു ക്യാബ് കിട്ടി. കാരണം ലേറ്റ് നൈറ്റ് ആയാൽ അവർ എക്സ്ട്രാ 100, 200 എന്നൊക്കെ പറയും. അങ്ങനെ വീട്ടിലെത്തി ചെന്നപ്പോൾ ഒരാൾ ഞങ്ങൾക്ക് വേണ്ടി കാത്തിരിക്കുകയായിരുന്നു. അങ്ങനെ എത്തി. അപ്പോൾ ശരി, ബൈ.